നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി എം ബി രാജേഷ്. ജസ്റ്റ് റിലാക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തൂമ്പക്കോട് ജനകീയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം കുരുക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് കുത്തേറ്റു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 150 ഗ്രാം MDMA-യുമായി 2 യുവതികളും 1 യുവാവിനെയും ലഹരിവിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. വാർത്തകൾ വിശദമായി. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി എം ബി രാജേഷ്. ജസ്റ്റ് റിലാക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിരപ്പള്ളി മലയ്ക്കപ്പാറ യാത്രയിൽ പ്രധാന ഇടത്താവളമായ പുളിയിലപ്പാറയിൽ വനം വകുപ്പിന്റെ സഹായത്തോടെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വിശ്രമ കേന്ദ്രമായ ജസ്റ്റ് റിലാക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. യാത്ര ചെയ്യുന്ന സമയത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമൊരുക്കുക എന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നും അതിനെ മറികടക്കാൻ സർക്കാർ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിച്ചുവെന്നും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കേരളത്തിൽ 1500-ലധികം ടേക്ക് ബ്രേക്ക് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇവയുടെ വിവരങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാകാൻ പ്രത്യേക ആപ്പ് സംവിധാനവും സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ PV ആനന്ദൻ പദ്ധതി വിശദീകരണം നടത്തി. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തൂമ്പക്കോട് ജനകീയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖല രാജ്യത്ത് തന്നെ മികവ് പുലർത്തുന്ന മേഖലയാണെന്നും ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനം സംസ്ഥാനത്തിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യരക്ഷയ്ക്കായി ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പഞ്ചായത്തിന്റെ ഇടപെടലുകളെ കുറിച്ചും മന്ത്രി സംസാരിച്ചു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. 1,66,50,000 രൂപ ചെലവഴിച്ച് ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന 3 സബ് സെന്ററുകളിൽ 2 നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും ഒരെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്നും മാലിന്യ സംസ്കരണം ആരോഗ്യരക്ഷയ്ക്ക് നിർണായകമാണെന്നും വൃത്തിയുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടാകൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ TK ജിജിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 55.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിലുള്ള കെട്ടിടത്തിനോട് ചേർന്ന് പുതിയ 2 നിലകളിലായി 2200 ചതുരശ്ര അടിയിൽ കൺസൾട്ടിംഗ് റൂം, നഴ്സിംഗ് റൂം, ഇമ്മ്യൂണൈസേഷൻ റൂം, ഫീഡിംഗ് റൂം, IUD, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, വെയിറ്റിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ ജനകീയ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിൽ നല്ല ശുഷ്കാന്തിയാണ്, മികവാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് കാണിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിനെയും പ്രസിഡന്റ് മായ ശിവദാസിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കൈപ്പമംഗലം കുരുക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് കുത്തേറ്റു. കൂരിക്കുഴി 18 മുറി സ്വദേശികളായ പുതിയ വീട്ടിൽ ബിലാൽ, വലിയകത്ത് നിസാം എന്നിവർക്കാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ഇരുവരെയും കൊടുങ്ങല്ലൂർ MR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. യുവാക്കൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് കത്തിക്കുത്തുണ്ടായതെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൈപ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 150 ഗ്രാം MDMA-യുമായി 2 യുവതികളും 1 യുവാവിനെയും ലഹരിവിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. എറണാകുളം സ്വദേശി ആഷിഖ്, പത്തനാപുരം സ്വദേശി ഷഹാന, മാള സ്വദേശിനി ഹരിത എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത്. നാട്ടിക ഫർക്കാർ സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കുന്നതിന് സർക്കാർ സഹായത്തോടെ കൺസ്യൂമർ ഫെഡും സഹകരണ സംഘങ്ങളും ചേർന്ന് സബ്സിഡിയോടെ ഓണവിപണികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് നാട്ടിക ഫർക്കാർ സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ
ഓണച്ചന്ത ആരംഭിച്ചത്. മുൻ MLA KV അബ്ദുൽ ഖാദർ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. MA ഹാരിസ് ബാബു, ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI സജിത, TK ചന്ദ്രബാബു, ശാന്തി ബാസി, ബിന്ദു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ ചെലവിൽ 21 ഇനങ്ങൾ സബ്സിഡി, നോൺ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് 1600 രൂപയ്ക്ക് ഓണക്കിറ്റായാണ് നൽകുന്നത്. ബാങ്ക് ഹെഡ് ഓഫീസിലും തളിക്കുളം സെന്ററിലും ഓണവിപണി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഘോഷമാണ് ഓണം. മലയാളികൾ ഉള്ളയിടങ്ങളിലെല്ലാം ഈ ആഘോഷം വലിയ തോതിൽ കൊണ്ടാടുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഉള്ള മലയാളികൾ മാത്രമല്ല, ആഘോഷിക്കുന്നത് ഓണമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് 30 ലക്ഷം മലയാളികളുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം മലയാളികളുണ്ട്. അവിടെയെല്ലാം മലയാളി സംഘടനകൾ ഒരേ മനസ്സോടെ ഈ ആഘോഷം, ഓണാഘോഷം നടത്തുന്നുണ്ട്. ഗൾഫിലൊക്കെ മിക്കവാറും നമ്മുടെ നാട്ടിൽ ഓണാഘോഷം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴും അവിടെ ഓണസദ്യ തുടരുകയാണ്. വിവിധ സംഘടനകൾ വിവിധ ദിവസങ്ങളിലാണ് ഓണാഘോഷം നടത്തുന്നത്. CPM എടത്തുരുത്തി 16-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും ഓണക്കോടി വിതരണവും നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഹരിതകർമ്മസേന, അംഗനവാടി വർക്കേഴ്സ്, ആശാ വർക്കർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് ഓണക്കോടി വിതരണവും. വീരനാട്യ മത്സരത്തിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ ഐനിച്ചോട് ശ്രീഭദ്ര ടീമിന് ആദരവുമാണ് നൽകിയത്. KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബൈന പ്രദീപ് അധ്യക്ഷയായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, നാട്യ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, വാർഡ് മെമ്പർ സജീഷ് സത്യൻ, പഞ്ചായത്ത് അംഗം PA ഷമീർ, ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ എന്നിവർക്കെല്ലാവർക്കും ഒരു ഓണക്കോടി കൂടി നൽകുവാൻ സാധിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏറ്റവും നന്നായി വികസനത്തിൽ വന്ന പ്രവർത്തനം കേരളത്തിലാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ പിണറായി വിജയനാണ്. രാഷ്ട്രീയത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ ഉണ്ടാകാം. ആ ആശയത്തിനെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ ഭാഗമായത് നിങ്ങളെല്ലാമാണ്. ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തൊരു പ്രത്യേക പദ്ധതി, 100 ദിവസത്തെ പണി കാർഷിക മേഖലയിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഭരണകൂടത്തിൽ. ആ ഭരണകൂടം പ്രഖ്യാപിക്കണം എന്നുള്ളത് വലിയ പോരാട്ടം നടത്തിയാണ്, ഇടപെടലോടുകൂടിയാണ് നമ്മുടെ രാജ്യത്ത് വന്നത്. ആ തൊഴിലാളിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ഓണനാളിൽ അവർക്ക് സംസ്ഥാന ഗവൺമെൻറ് ഗിഫ്റ്റായി 1200 രൂപ പ്രഖ്യാപിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. ഗുരുവായൂരിൽ വിവാഹ സംഘം എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പാലക്കാട് തേങ്കുറിശി മാനാക്കുളമ്പ് ഹരിശ്രീയിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് പാലക്കാട് നിന്നുള്ള സംഘം ഗുരുവായൂരിലെത്തിയത്. രാവിലെ 7:30ഓടെ വിവാഹ സംഘം താലി കെട്ടി കഴിഞ്ഞ് വിവാഹ സംഘം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിനിടെ കിഴക്കേതടയിൽ കസ്തുഭം റെസ്റ്റ് ഹൗസിന് സമീപം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. നഗരസഭയുടെ ആംബുലൻസിൽ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സൗഹൃദത്തിലൂന്നിയ ആരോഗ്യം ശീലമാക്കിയ ഒരു പ്രഭാത കൂട്ടായ്മയെ പരിചയപ്പെടാം. കൊടുങ്ങല്ലൂരിലെ എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെന്ററിൽ 50 അംഗങ്ങളുണ്ട്. വർഷങ്ങളായി സ്കൂൾ ഗ്രൗണ്ടിൽ വ്യായാമം ചെയ്തിരുന്നവർ 2 വർഷം മുമ്പാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ക്ലബ്ബിൽ അംഗങ്ങളാണ്. ദേശീയ സംസ്ഥാന കായിക താരമായ സതീഷ് ബാബുവാണ് പരിശീലകൻ. ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ സാമൂഹിക സേവനവും കൂട്ടായ്മ ലക്ഷ്യമിടുന്നു.
ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തി വരുന്നുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക യൂണിഫോം ധരിച്ചാണ് അംഗങ്ങൾ ക്ലബ്ബിലെത്തുക. അംഗങ്ങളിൽ പലരും വിവിധ കായിക മത്സരങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. ക്ലബ്ബ് അംഗവും വിദ്യാർത്ഥിനിയുമായ സോനയ ജില്ലാതല മത്സരങ്ങളിൽ വിജയിയാണ്. ക്ലബ്ബ് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇ.ബി. രമേശൻ, സെക്രട്ടറി അമാനു റഹ്മാൻ, ട്രഷറർ സുനിൽ കുമാർ എന്നിവരാണ് നേതൃത്വത്തിലുള്ളത്. സംസ്ഥാന തലത്തിൽ മാരത്തോൺ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. തൃശൂർ കാട്ടുകാരൻ റോഡിൽ വീടിനു സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പള്ളിപ്പുറം വീട്ടിൽ അനിലിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് സൂരജും അഭയനും ചേർന്ന് നടത്തുന്ന പൂക്കൃഷി ഹിറ്റായിരിക്കുകയാണ്. KSRTC ജീവനക്കാരനായ സൂരജും പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അഭയനും 8 വർഷം മുമ്പാണ് കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ഇവർ പൂക്കൃഷി ചെയ്തു വരുന്നു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി, 4 തരം വാടാർമല്ലി എന്നിവ ഇവരുടെ തോട്ടത്തിൽ വർണ്ണവസന്ത തീർക്കുകയാണ്. എടവിലങ്ങ് പഞ്ചായത്തിലെ പൊടിയൻ ബസാറിന് വടക്കുവശമാണ് ഇവരുടെ പൂന്തോട്ടം. ശ്രീനാരായണപുരം, എടവിലങ്ങ് പഞ്ചായത്തുകളിലായി ഇവർക്ക് 2 കൃഷിയിടങ്ങൾ ഉണ്ട്. ആധുനിക കൃഷിരീതി അവലംബിക്കുന്നത് വഴി മികച്ച വിളവ് നേടാനാകുന്നുണ്ടെന്ന് ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ MP-യെ DYFI പ്രവർത്തകർ വഴിതടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നായകനാൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നുച്ചയ്ക്ക് 12:30 DCC ഓഫീസിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് കോർപ്പറേഷൻ പരിസരത്തേക്ക് ആരംഭിച്ചത്. എന്നാൽ മാർച്ചിൽ വെച്ച് പ്രകോപിതരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമീപത്തുള്ള ഇടതുപക്ഷ പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് പോലീസിന് ഇടപെടേണ്ടി വന്നത്. നായകനാലിൽ വെച്ച് ദേശാഭിമാനി പത്രത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡ് കീറിയതിനെ തുടർന്ന് പോലീസ് അത് തടയുകയും തടഞ്ഞ പോലീസിനെതിരെ നടുറോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി V. പ്രമോദ്, ജനറൽ സെക്രട്ടറി വിപിൻ മോഹൻ, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടന്നത്. അവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം ചെയ്തു. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ NC അനീജ സ്വാഗതം പറഞ്ഞു. തുടർന്ന് NES കോളേജ് അധ്യാപികമാർ അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. വിദ്യാർത്ഥികളുടെ പൂക്കള മത്സരം, വടംവലി, ഉറിയടി മത്സരം എന്നിവയും നടന്നു. മത്സര വിജയികൾക്ക് ഡിവൈഎസ്പി VK രാജു ട്രോഫികൾ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ V. ശശിധരൻ, MV ലതിമോൾ, ലിജിന, സ്മിത, സുഷമ, സജിത, അപർണ, കവിത, ദീപ, അങ്കിത, രൂപ, കൃഷ്ണപ്രിയ, ഹന്ന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരുപാട് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് ഇപ്പോൾ ശിവകുന്നോട് സാർ പറഞ്ഞു. രാവിലെ പൂക്കള മത്സരം നടന്നു. വടംവലി മത്സരം എന്തോ മഴ കാരണം മാറ്റിവെച്ചതായിട്ട് അറിഞ്ഞു. സന്തോഷിക്കുക, എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളത്. കിട്ടുന്ന അവസരം കൃത്യമായി സന്തോഷിക്കുക. സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ ജീവിതമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് നിങ്ങളുടെ ജീവിതമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഓർക്കണം. ആ ഓർമ്മയിൽ നിന്ന് വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ. പഴയന്നൂർ കോടത്തൂരിലെ സിഡ്കോ ഇൻഡസ്ട്രിയൽ വ്യവസായ പാർക്കിലെ എക്സൽ എർത്തിങ്സ് കമ്പനിയിൽ വൻ അഗ്നിബാധ. സമീപത്തെ ടർഫ് കോർട്ടിൽ കളിച്ചുകൊണ്ടിരുന്നവരാണ് തീപിടുത്തം ആദ്യം കണ്ടത്. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചത്. ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായതിനാൽ ആർക്കും പരിക്കില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ബ്യൂട്ടി സിൽക്സ് തൃപ്രയാറിൽ എല്ലാ ദിവസവും സ്മാർട്ട് ഫോൺ സമ്മാനിച്ച് ഓണം ഓഫറിന് തുടക്കമായി. ഓണം ഓണാക്കാം എന്ന വാചകവുമായി ബ്യൂട്ടി സിൽക്സ് തൃപ്രയാറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്ന ഓണം ഓഫറിനാണ് തുടക്കം കുറിച്ചത്. ആഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് ഓഫർ കാലാവധി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു.
ആദ്യമായിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നമ്മളുടെ പ്രിയപ്പെട്ട ബ്യൂട്ടി സിൽക്സിന്റെ ഓണാക്കാം, ഓണം കളറാക്കാം എന്നുള്ളത് കൊണ്ട് ഓണാക്കാം എന്നുള്ളതാണ് ക്യാപ്ഷൻ. ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും ഓണായിട്ട് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും അതിൻ്റെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ എടുത്തത് ഞങ്ങളുടെ ഒരു വലപ്പാട്ടുകാരി തന്നെയാണ്, പ്രിയ. വലപ്പാടാണ് വീട്. നമ്പർ 8547095378. ബ്യൂട്ടി സിൽക്ക് സിഇഒ റാസിഖ് സെയ്ദ് മുഹമ്മദ്, ജനറൽ മാനേജർ അബ്ദുള്ള നാദ്വി, അസിസ്റ്റന്റ് മാനേജർ ഹർഷാദ്, HR സബിത, ബ്യൂട്ടി സിൽക്ക് സ്റ്റാഫ്, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഓണസമ്മാനം നൽകി. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, കുടുംബശ്രീ CDS മെമ്പർ, ADS പ്രസിഡന്റ് എന്നിവർക്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസമ്മാനം നൽകി. കരിപ്പാറ സരള പുഷ്പാങ്കന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഓണസമ്മാന വിതരണോദ്ഘാടനം നടത്തി. ബ്യൂട്ടി സിൽക്ക് CEO റാസിഖ് സെയ്ദ് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, തൊഴിലുറപ്പ് തൊഴിലാളി പ്രതിനിധി ഗിരിജ കൊടപ്പള്ളി, അംഗനവാടി വർക്കർമാരായ അഞ്ജു, KB, അഷ്ടമി, ഹെൽപ്പർമാരായ ഗീത, നിമ്മി, ഹരിത, കർമ്മസേനാംഗങ്ങളായ ലിറ്റ ജോസ്, രമ, മണികണ്ഠൻ, തൃപ്പയാർ സർഗസംസ്കൃതി ചെയർമാൻ ജയംബോസ്, സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് പോൾ ചിറ്റിലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. കാരണം എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വലിയ മുദ്രാവാക്യമുള്ള ഒന്നാണ് ഓണം, അല്ലെ? മാവേലി നടന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തെ അനുസ്മരിക്കുന്ന വലിയ രാജാവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, മഹാബലിയായിരുന്നു, അല്ലെ? എല്ലാ വേലികളും കുളിച്ചുള്ള ആളാണ് മഹാവേലി കെട്ടിയത്, അല്ലെ? ചെറിയ വേലികളൊക്കെ എല്ലാവരും ഒന്നാണെന്നാണ് എൻ്റെ അർത്ഥം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി MB രാജേഷ്. ജസ്റ്റ് റിലാക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തൂമ്പക്കോട് ജനകീയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം കുരുക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് കുത്തേറ്റു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 150 ഗ്രാം MDMA-യുമായി 2 യുവതികളും 1 യുവാവിനെയും ലഹരിവിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.